നമസ്കാരം. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ വൈറലാക്കാറുണ്ട് അല്ലേ? ബമ്പം വൈറലായങ്ങാണ്ട് ഓടിക്കാറുണ്ട്. പക്ഷെ ശരിക്കും ഇങ്ങനത്തെ വിഷയങ്ങളല്ലേ നമ്മൾ സുഹൃത്തുക്കളെ വൈറലാക്കേണ്ടത്? എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം നമ്മളൊക്കെ ഇവിടെ രാജ്യത്ത് ജീവിക്കുന്നത് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കാവൽ നിൽക്കുന്ന പട്ടാളമുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു ദിവസം നമ്മളുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാര് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ആയി വരുന്ന ആളുകൾക്ക് ഇതുപോലെ നമ്മൾ സ്വീകരണം നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വിഷയം മറ്റൊന്നുമല്ല, കരുവാരകുണ്ട് പഞ്ചായത്തിലെ നിലമ്പതിയിലെ NFC ക്ലബും അതുപോലെ തന്നെ മലപ്പുറം സൈനിക കൂട്ടായ്മയും നിലമ്പതിയിലെ ജനകീയ കമ്മിറ്റിയും കൂടി ചേർന്നുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഹവിൽദാർ രാജേഷ് സാറിന് ഇന്ന് നൽകിയത്. അതായത് രാവിലെ 10 മണിക്ക് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവരുടെ സ്വീകരണം നൽകുകയും അവിടെ മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ ആളുകൾ വരികയും അതുപോലെ തന്നെ ട്രോമ കെയറിന്റെ ആളുകള്, JRC കുട്ടികള്, അതുപോലെ ഈ ജനങ്ങള് എല്ലാവരും അവിടെ ചെന്നുകൊണ്ട് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് സ്വീകരിച്ച് അവിടെ നിന്നും മേലാറ്റൂർ ടൗണ് വഴി ശിങ്കാരിമേളവും അതുപോലെ തന്നെ ബൈക്ക് റാലിയും ഉൾപ്പെടെ ഘോഷയാത്രയാക്കിക്കൊണ്ട് ഇരിങ്ങാട്ടിയിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു കഥയാണ് നിങ്ങളോട് പറയാനുള്ളത്. മേലാറ്റൂരിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോട് കൂടിയിട്ട് തുറന്ന ജീപ്പിൽ സ്വീകരിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരെ വന്നിട്ട് ഇരിങ്ങാട്ടിയിലെ ജീനിയസ് ക്ലബിന്റെ സ്വീകരണമാണ് അടുത്തത് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നേരെ പുന്നക്കാട് ചുങ്കം വരികയും അവിടെ നിന്ന് ശ്രുതി ക്ലബിന്റെ സ്വീകരണം നൽകുകയും തിരിച്ച് ചുങ്കത്ത് നിന്ന് നിലമ്പതിയിലേക്ക് പോകുമ്പോൾ ഭവനംപറമ്പിൽ നിന്ന് മൈത്രി ക്ലബിന്റെ സ്വീകരണവും പിന്നീട് അവിടെ തൊട്ടടുത്ത് ഭവനംപറമ്പ് ക്ഷേത്ര കമ്മിറ്റിയുടെ വകയുള്ള സ്വീകരണവും നൽകിക്കൊണ്ട് നിലമ്പതിയിൽ അവസാനിപ്പിച്ച ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്വീകരണ പരിപാടി. നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സ്വീകരണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഫുട്ബോൾ പ്രേമികൾക്ക്, ഫുട്ബോൾ കളിക്കാർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഫുട്ബോൾ കളിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ടൗട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. എന്തുകൊണ്ട് രാജ്യം കാക്കുന്ന സൈനികർക്ക് ഇവർ ഇന്ന് നൽകിയത് പോലെയുള്ള ഒരു സ്വീകരണം നമ്മളാരും ചെയ്യാൻ തയ്യാറാവുന്നില്ല? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്വീകരണമാണ് ഇന്ന് ഹവിൽദാർ രാജേഷ് സാറിന് NFC ക്ലബും അതുപോലെ തന്നെ മലപ്പുറം സൈനിക കൂട്ടായ്മയും ജനകീയ കമ്മിറ്റിയും പാടെ കൂടി ചേർന്നുകൊണ്ട് ഇരിങ്ങാട്ടിൽ നിലമ്പതിയിൽ നൽകിയിട്ടുള്ളത്. അതിഗംഭീരമായ സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിഗംഭീരമായ സ്വീകരണം. 14 അടിയോളം വരുന്ന കട്ടൗട്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വളരെ ഭംഗിയാക്കിയാണ് NFC-യും മലപ്പുറം സൈനിക കൂട്ടായ്മയും ജനകീയ കമ്മിറ്റിയും പാടെ കൂടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളുടെ ഒക്കെ നാടുകളിൽ, ഇതിപ്പോ എൻ്റെ നാടാണ്, എനിക്കത് പറയുന്നതിൽ എടുത്ത് പറയുന്നത് അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാന്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സ്വീകരണം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല. ഇത്രയും ഗംഭീരമായിട്ട് ഒരു മിലിറ്ററിക്കാരന് സ്വീകരണം നൽകിയത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പലരോടും അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത്. കാരണം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് വരുന്ന ആളുകളെ സാധാരണ സ്വീകരണമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ വീട്ടിൽ വന്നുകൊണ്ട് അങ്ങനെയാണ് കൂടാറാണ് പതിവ്. പക്ഷെ ഇത് നാടിനെ ഇളക്കി മറിച്ച, നാടിന്റെ ഒരു ആഘോഷമാക്കി മാറ്റിയ ഒരു സ്വീകരണമാണ് ഇന്ന് നടന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ വൈറലാക്കേണ്ടത്, ഇതൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന മിലിറ്ററിക്കാരാണ്, പട്ടാളക്കാരാണ് നമ്മളുടെ ശക്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർക്ക് ഇതുപോലെ അവർ റിട്ടയർ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഗംഭീരമായിട്ട് നാടും നാട്ടുകാരും വീടും വീട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഗംഭീരമായിട്ട് ഇതുപോലെയുള്ള സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം വളരെ ഗംഭീരമായിട്ട് എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല. കാരണം ഇത് എൻ്റെ നാടാണ് എന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം
ഈ പരിപാടി പോകുന്ന സമയത്ത് ഒരു മീലാദ് റാലി ഭവനം പറമ്പിലൂടെ പോവുകയും അവിടെ നിന്നും അവർ കൈ കാണിച്ച് നിർത്തി ഞങ്ങൾക്ക് സ്വീകരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മീലാദ് റാലി അവർ സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ പട്ടാളക്കാരന് സ്വീകരണം നൽകിയ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം നമ്മളുടെ നാട് ജനം സ്നേഹിക്കുന്നത് നമ്മളുടെ നാടിനെയാണെന്നുണ്ടെങ്കിൽ ഈ നാടിന് കാവൽ നിൽക്കുന്ന ഓരോ മിലിറ്ററിക്കാരനെയും ഓരോ പട്ടാളക്കാരനെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിരിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ റിട്ടയർ ആയി വരുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന സ്വീകരണം, നമ്മൾക്ക് അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. കാരണം നമ്മളുടെ നാട്ടിൽ ഒരുപാട് ആളുകള് ഫുട്ബോൾ സമയത്ത് കട്ടൗട്ടുകൾ വെക്കാറുണ്ട്, ഫ്ലെക്സ് വെക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കട്ടൗട്ടർ വെക്കാറുണ്ട്, ഫ്ലെക്സ് വെക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ ആഘോഷിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാര് 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് വേണ്ടി അതിർത്തിയിൽ കാവലായിട്ടുണ്ട്. ആ ഒരു ധൈര്യമാണ് നമ്മളൊക്കെ ഇവിടെ ഇത്രത്തോളം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത്. അവര് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ രാജ്യം മറ്റാരെങ്കിലും പിടിച്ചടക്കിയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ യൗവനം നമുക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അവരുടെ യൗവന സമയം എന്ന് പറയുന്ന ആ യൗവനത്തിലെ 16 വർഷമാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നത്. അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്തും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് ഓരോ പട്ടാളക്കാരനും ജീവിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ആളുകള് ആ ജോലിയിൽ നിന്ന് വിരമിച്ച് വരുമ്പോ നമ്മൾ ഇതുപോലെ അതിഗംഭീരമായിട്ട് തന്നെ സ്വീകരണം നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലേക്ക് വരവേൽക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഹവിൽദാർ രാജേഷ് സാറിന്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഹവിൽദാർ രാജേഷ് സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ ഹവിൽദാർ രാജേഷ് സാറിനോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഹവിൽദാർ രാജേഷ് സാറിന്റെ ഒരു ഇന്റർവ്യൂവുമായിട്ട് നിങ്ങൾക്ക് മുൻപിൽ വരും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കഴിയുമെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഇത് ഒരു മാതൃകയാക്കിക്കൊണ്ട് വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പട്ടാളക്കാരനും നിങ്ങളുടെ നാട്ടിലേക്ക് വിരമിച്ച് വരുന്ന സമയത്ത് ഗംഭീര സ്വീകരണങ്ങൾ നൽകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഹവിൽദാർ രാജേഷ് സാറിന്റെ ഇന്റർവ്യൂവുമായിട്ട് കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്.